നിധി കിട്ടിയെന്ന് പറഞ്ഞ് 4 ലക്ഷം രൂപ തട്ടിച്ചു. വളരെ രസകരമായ ഒരു സംഭവം തന്നെയാണത്. ആസാം സ്വദേശികളായ സിറാജുൽ, അതേസമയത്ത് അബ്ദുൽ കലാം, ഗുൽജാർ, മുഹമ്മദ് ഹക്ക്, അവർ ഇവർ 4 പേരും കേരളത്തിൽ പെരുമ്പാവൂരും അതുപോലെ മൂവാറ്റുപുഴ, എറണാകുളത്തൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നവരാണ്. അവർ ചാലക്കുടി, തൃശ്ശൂർ ഒക്കെ ജോലിക്ക് പോകുന്നവരുമാണ്. കേരളം നല്ല പരിചയമാണ് അവർക്ക്. ആസാംകാരാണ് 4 പേരും. അവർ ആണ് ഈ ചീറ്റിങ്ങിൻ്റെ പിന്നിലുള്ളത്. അത് നാദാപുരത്ത് ഒരു JCB ഓപ്പറേറ്റർ മുഹമ്മദ് സിറാജുദ്ദീൻ ഇസ്ലാം, അയാൾ നാദാപുരത്ത് JCB ഓപ്പറേറ്ററാണ്. അയാൾ ചാലക്കുടി വന്ന് പണി ചെയ്തപ്പം അവിടെ ഒരു കെട്ടിടം പൊളിച്ചു. ഇയാളുടെ JCB കൊണ്ടാണ് പൊളിച്ചത്. ആ സമയത്ത് അവിടെ ആസാംകാർക്ക്, ഇന്ത്യക്കാർക്ക് ഒരു നിധി കിട്ടി. ആ നിധി അവരുടെ കയ്യിലുണ്ട്, അവരാർക്കും കൊടുക്കില്ല. ഇയാൾ നാദാപുരത്ത് വന്നപ്പം തൻ്റെ സുഹൃത്തുക്കളായ രാജേഷിൻ്റെ അടുത്തും ലെനീഷിൻ്റെ അടുത്തും പറഞ്ഞു, ഇടവേ ഇങ്ങനെ ഒരു നിധി കിട്ടിയിട്ടുണ്ട് ആസാംകാരുടെ കയ്യിൽ, അവന്മാരത് വെളിമുണ്ടാതിരിക്കുകയാണ്, നിങ്ങളവിടെ ചെന്നിട്ട് അത് വില പറഞ്ഞ് സൂത്രത്തിങ്ങ് വാങ്ങും. അത് അവന്മാർ 7 ലക്ഷം രൂപ വേണമെന്ന് ചോദിക്കുകയാണ്. അതിൻ്റെ ഇരട്ടി സ്വർണ്ണമുണ്ട്, ഞാനത് കണ്ടതാണ്, ഞാനത് വെളിയിൽ പറഞ്ഞില്ല, അവന്മാരത് വിറ്റ് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു സ്ഥലമുണ്ട്, അവിടെ പോയാൽ ഇവരെ കാണാം, കണ്ടിട്ട് എങ്ങനെയെങ്കിലും ആ സ്വർണം അല്ലെങ്കിൽ ആ നിധി ഇങ്ങോട്ട് വാങ്ങുക, 7 ലക്ഷം രൂപ സംഘടിപ്പിച്ച് കൊടുക്കുക. ഇവർക്ക് വലിയ താല്പര്യം തോന്നി. ഇവർ സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നവരൊക്കെ തന്നെയാണ്. എന്തായാലും അത് കഥ വിശ്വസിച്ചു അവർ. കാരണം ഇപ്പം പല സ്ഥലത്തും നമ്മളറിയാമല്ലോ, തൃശ്ശൂർ അവിടെ തൊഴിലുറപ്പിന് പോയപ്പം കുറച്ച് അവിടെ കിളച്ചപ്പോൾ അവിടുത്തെ സ്ത്രീകൾക്ക് കുറേ വിദേശ നാണയം പഴയ 300-360 വർഷം പഴക്കമുള്ളതൊക്കെ കിട്ടി. അപ്പോൾ നിധിയുണ്ട്. ആ ഒരു സമയത്താണ് ഇപ്പോൾ ഇത് നടന്നത്. അപ്പോൾ നിധി കിട്ടിയിട്ടുണ്ടെന്ന് അവരങ്ങ് വിശ്വസിച്ചു. പ്രത്യേകിച്ച് അവരുടെ സുഹൃത്തായ JCB ഓപ്പറേറ്റർ പറഞ്ഞതാണ്. അയാൾ അവരെ വിളിച്ചു കൊടുത്തു, ഇവർ സംസാരിച്ചു. അപ്പോൾ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ വാ, അവിടെ വെച്ച് പ്രശ്നം തീർക്കാം, നിധി തരാം, 7 ലക്ഷം രൂപ വേണം. ഏതായാലും രാജേഷും ലെനീഷും അവർ നല്ല വിളവന്മാരാണ്. അവരവിടെ പോയി ചാലക്കുടി അവിടെ പോയി ഇവരെ കണ്ടു. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സംസാരിച്ചപ്പം ഇത് കൈമാറ്റം ചെയ്യുന്നതും പണം കൊടുക്കുന്നതും അത്ര സുരക്ഷിതമല്ല അവിടെ, അതുകൊണ്ട് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ പോവാം എന്ന് പറഞ്ഞു. ആ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് അവർ സംസാരിച്ചു. അത് 4 ലക്ഷം രൂപ തരാം, ഇപ്പം 7 ലക്ഷം രൂപ മൊത്തം വേണം. ഇവർ പറഞ്ഞു ഞങ്ങളത് വിറ്റിട്ട് ബാക്കി പൈസ തരാം, ഇപ്പം ഇത് സാധനം ഇങ്ങ് 4 ലക്ഷം രൂപ തരാം. അങ്ങനെ സമ്മതിച്ചു. അവർ 4 ലക്ഷം രൂപ കൈ കൊടുത്തു. അവരവിടെ നിൽക്കുകയാണ്. അപ്പം അത് എണ്ണിയൊക്കെ തിട്ടപ്പെടുത്തി. അപ്പോൾ നിങ്ങളിവിടെ നിൽക്ക്, നാദാപുരത്ത് വന്നവരും വിളവന്മാരാണ്, അവർ സ്വർണം കച്ചവടം ചെയ്യുന്നവരുമാണ്. അവർ പെട്ടെന്ന് ഈ സ്വർണം മുറിച്ച് നോക്കി, മുക്കുപണ്ടമാണെന്ന് മനസ്സിലായി. പൈസ തിരിച്ചു ചോദിച്ച് പൈസയായിട്ട് അവർ ഓടി. ആ ചാലക്കുടി റെയിൽവേ ട്രാക്കിൽ കൂടെ അവർ ഓടി. ഇവർ പിന്നാലെ ഓടി. ഈ സമയത്ത് അവിടെ ഒരു ട്രെയിൻ വന്നു. 4 പേരും ആ റെയിൽവേ പാളത്തിൽ നിന്നെടുത്ത് വെള്ളത്തിലോട്ട് ചാടി. ഒരാളുടെ കൈ ആ ട്രെയിനിൽ തട്ടി, അത് ലോക്കോ പൈലറ്റ് കണ്ടു. ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ വന്നപ്പം അവർ വിവരം കൊടുത്ത് 4 പേര് ട്രെയിൻ തട്ടി വെള്ളത്തിൽ വീണിട്ടുണ്ട്. പോലീസ് വന്നു, ഫയർഫോഴ്സ് വന്നു, അവിടെ എല്ലാം തപ്പി, ആരെയും കണ്ടില്ല. അത് നാട്ടുകാർ കൂടി, പോലീസ് കൂടി, ഫയർഫോഴ്സ് വന്നു, ഒരു ക്ലൂവുമില്ല. പിന്നെ പോലീസ് അന്വേഷിച്ചപ്പം അതിൽ ഒരാൾക്ക് കൈ തട്ടി പരിക്കേറ്റ ആൾ അവിടെ മുരിങ്ങൂരിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് അങ്ങോട്ട് പോയി. അവിടം വരെ അയാൾ വന്നിരിക്കുന്ന ഒരാൾ. അപ്പോൾ പരിക്കുള്ള ആൾ ഓട്ടോറിക്ഷ പിടിച്ച് ഏതെങ്കിലും ഹോസ്പിറ്റലായിരിക്കും പോയത്. വ്യാപകമായ അന്വേഷണം ചാലക്കുടി DYSPയുടെ നേതൃത്വത്തിൽ നടന്നു. ഈ സമയത്ത് നാദാപുരത്തെ രാജേഷും ലെനീഷും പോലീസ് സ്റ്റേഷനിലെത്തി ഒരു കഥയുണ്ടാക്കി.
തങ്ങളെ അവർ പറ്റിക്കുകയായിരുന്നു ചെയ്തത്. ഈ സ്വർണത്തിൻ്റെ കാര്യവും നിധിയുടെ കാര്യവും ഒന്നും പറഞ്ഞില്ല. വേറൊരു കഥയുണ്ടാക്കി പോലീസിൽ മൊഴി കൊടുത്തു. പോലീസ് അത് അവിശ്വസനീയമായിട്ട് തോന്നി. DYSP സുമേഷ് ഇടപെട്ടു. അവസാനം പറഞ്ഞു നിധിക്ക് വേണ്ടി തന്നെ വന്നത്. ആ നിധി തരാമെന്ന് പറഞ്ഞ ആസാംകാരാണ് ആ റെയിൽവേ പാളത്തിൽ നിന്ന് എടുത്ത് ചാടിയതെന്നും പോലീസിന് മനസ്സിലായി. പോലീസ് അന്വേഷിച്ചു. പെരുമ്പാവൂര് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരാൾ കൈക്ക് പരിക്കേറ്റി കിടക്കുന്ന കണ്ടെത്തി. അത് വെച്ചിട്ട് അയാളിൽ നിന്ന് ചോദ്യം ചെയ്തു. ആസാംകാരനാണ്, നിധി കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചതാണ്. ഏതായാലും കൂടെയുള്ളവർ അടുത്ത് തന്നെ ഉണ്ടാവും എന്ന് പോലീസ് കരുതി. അവർ അന്യസംസ്ഥാന തൊഴിലാളികളെ പാർക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പോലീസ് അന്വേഷണം നടത്തി. ഇവൻ പറഞ്ഞ 3 പേരെ കസ്റ്റഡിയിലെടുത്തു. DYSP അവരെ അറസ്റ്റ് ചെയ്തു. 4 ലക്ഷം രൂപ റിക്കവർ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അതിനകത്ത് പരിക്കേറ്റായിട്ട് കിടക്കുന്ന ആളുടെ ആശുപത്രിയിൽ 50,000 രൂപ അടച്ചിട്ടുണ്ട്. ഒരു 80,000 രൂപ 4 പേർക്കും കടമുണ്ടായിരുന്നു. അതെല്ലാം കൊടുത്തു. 1,30,000 രൂപ അങ്ങനെ പോയി. ബാക്കിയുള്ള പൈസ അവരുടെ കയ്യിലുണ്ട്, അത് എവിടെയോ ഒളിച്ചു വച്ചിരിക്കുന്നു എന്ന് മൊഴി കൊടുത്തു. എന്തായാലും 3 പേരെ അന്വേഷണം നടത്തി. നിധിയുടെ പുറകെ പോയി. ഇതുപോലെയുള്ളൊരു സംഭവങ്ങൾ, പ്രത്യേകിച്ച് അത് നോർത്ത് ഇന്ത്യയിലുള്ള ആസാം സ്വദേശികളായ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലുള്ള ആസാം സ്വദേശികളാണ് ഈ പറ്റിയതിന് കൂട്ടുനിന്നത്. അതിനൊരു JCB ഡ്രൈവറും അവരുടെ ഒപ്പം ചേർന്നു. പണം അടിച്ചു മാറ്റാനായിട്ടുള്ള ഒരു ശ്രമം ആയിരുന്നു ഇതിൻ്റെ പിന്നിൽ. അതുപോലെ നാദാപുരംകാർ പലിശയ്ക്കൊക്കെ എടുത്തുകൊണ്ടായിരിക്കും 7 ലക്ഷമായി 7 ലക്ഷത്തിന് പകരം 4 ലക്ഷമായിട്ട് അവർ ഉണ്ടാക്കി വന്നതും അങ്ങനെയായിരിക്കും. ആ പണവും നഷ്ടപ്പെട്ടു. എന്തായാലും ഇതുപോലെ നിധിയുടെ പുറകെയൊക്കെ ധാരാളം പേര് പോകുന്നുണ്ട്. പലരും വിദ്യാഭ്യാസമുള്ളവരും ഒക്കെ പോകുന്നുണ്ട്. അടിച്ചാൽ തീർച്ചയായിട്ടും ഒരു ബാക്കിക്കുറിയാണ് എന്നൊക്കെയാണ് അവർ കരുതുന്നത്. അതുകൊണ്ട് ഈ ഒരു സംഭവം എല്ലാവരുടെയും ഓർമ്മയിലിരിക്കണം. ഇതുപോലെ വന്ന് പറ്റിച്ച് നമുക്കങ്ങനെ അമിതമായ പണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് ആദ്യം ചിന്തിക്കണം. നമ്മുടെ ജീവിതമാർഗം അടഞ്ഞു പോകരുത്, കേസ് വരരുത്. ഇതുപോലുള്ള ഇതിൽ കടം വാങ്ങിച്ചും പലിശയ്ക്ക് വാങ്ങിച്ചും പണം കൊണ്ടുപോയി വെട്ടിച്ചാടരുത്. പല സ്ത്രീകളും പുരുഷന്മാർ ഇതുപോലെ വെട്ടിച്ചാടിയിട്ട് അവരാരും ആ വിവരം പോലീസിൽ പറയാതെ മിണ്ടാതെ ആ പണം ഉണ്ടാക്കിയ അല്ലെങ്കിൽ ആ പണത്തിൻ്റെ പലിശയും കൊടുത്ത് ദുരിതം അനുഭവിക്കുന്ന ധാരാളം പേര് കേരളത്തിലുണ്ട്.